നമ്മുടെ വെജിറ്റേറിയൻസിനും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമല്ലോ. പിന്നെ നമ്മുടെ സ്നാക്സ് ബോക്സിലേക്ക് പറ്റിയൊരു സാധനം കേട്ടോ, അതാണ് നമ്മുടെ സോയാ കബാബ്. സോയാബീൻ ആദ്യം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോപ്പറിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. അതിലേക്ക് തന്നെ നമ്മൾ സെറ്റാക്കി വെച്ച സോയാബീനും കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പൊടിയും പിന്നെ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിന് നമുക്ക് നമ്മുടെ കടലറ്റൊക്കെ ആക്കൂലേ, അതുപോലെ ഇങ്ങനെ ഉരുട്ടി പരത്തി നമ്മുടെ ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നന്നായിട്ട് മുരിച്ച് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു ഗ്രീൻ ചട്നിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ കബാബ് റെസിപ്പി. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് പറ ആരെങ്ങനെയുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമായി കേട്ടോ.